1999-ൽ പാർലമെന്റിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്ന് വെർച്യു പാർട്ടിയുടെ പാർലമെന്റ് അംഗമായ മർവ കവാശ്വിയുടെ അംഗത്വം റദ്ദാക്കിയിരുന്നു. പിന്നീട് ഇവരുടെ തുർക്കി പൗരത്വവും ഭരണഘടനാ കോടതി റദ്ദാക്കി. ഇതോടെ ഇവർക്ക് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടേണ്ടി വന്നു. ഇവരുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയത് മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് 2007-ൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി കണ്ടെത്തിയിരുന്നു. ജനാധിപത്യ നവീകരണ പ്രക്രിയയുടെ ഭാഗമായി തുർക്കി പ്രധാനമന്ത്രി റജബ് തയ്യിബ് ഉർദുഗാൻ നടപ്പാക്കിയ നിയമപരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ശിരോവസ്ത്രത്തിനുള്ള നിരോധം നീക്കിയത്. ഉർദുഗാന്റെ ഭാര്യ പൊതുവേദികളിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. സൗദ ബയാസിദ് കസർ, ഗുലായ് സമാഞ്ചി, ഗോണുൽ ബക്കിൻ സാഹ് കുലുബെ, ദൽ ബുദക് എന്നിവരാണ് ശിരോവസ്ത്രം ധരിച്ച് പാർലമെന്റിലെത്തിയത്. İnşallah başörtüsünü tercih eden, özel hayatlarını bugünden sonra başörtüyle devam etmek isteyen kadın milletvekillerimiz başörtüyle gelecekler ve bundan sonra da böyle devam edecektir. Bunun artısı Türkiye toplumu iyice birbirine kaynaşacak. തീവ്ര മതേതരത്വം പിന്തുടരുന്ന തുർക്കി ഭരണഘടന പ്രകാരം മതചിഹ്നങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിരുന്നത്. വോട്ട് തട്ടാനുള്ള AKPയുടെ തന്ത്രമാണ് നിയമഭേദഗതിക്ക് പിന്നിലെന്നാണ് പ്രതിപക്ഷമായ CHPയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.